എന്തായാലേ പിള്ളേരൊക്കെ മഴയത്ത് നനയാണ്. അപ്പോൾ നമ്മൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കാം കറക്റ്റായിട്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു മഴ വരുന്നത്, ശരിയല്ല? അതുപോലെ നമ്മൾ കേൾക്കുന്ന ചില ടേംസാണ് ഈ ഒരു മൺസൂൺ, പിന്നെ ഇടവപ്പാതി, തുലാവർഷം എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഈ ഇടവപ്പാതിയും തുലാവർഷവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പിന്നെ നമുക്കുള്ളൊരു സംശയമാണ്, കേരളവും തമിഴ്നാടും അടുത്തടുത്ത രണ്ട് സംസ്ഥാനങ്ങളാണ്. പക്ഷേ കേരളത്തിൽ ഭയങ്കര വെള്ളപ്പൊക്കമാണെങ്കിൽ കൂടി തമിഴ്നാട്ടിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്. അതെന്താ അങ്ങനെ? രണ്ടും അടുത്തടുത്താണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. മഴ തന്നെ പല ടൈപ്പിലുണ്ട്. അപ്പോൾ അതിൽ ഒരു ടൈപ്പ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ശരിയല്ലേ? അതേതാണ്? അതായത് നമ്മൾ പണ്ട് ടെക്സ്റ്റിലൊക്കെ പഠിച്ച ആ ഒരു മഴ ഏതാണത്? കൺവെൻഷണൽ റെയിൻഫാൾ എന്ന് പറയും. അതായത് സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. അപ്പോൾ ആ സമയത്ത് ഭൂമിയിലുള്ള ഈ ഒരു സമുദ്രത്തിലൊക്കെയുള്ള ജലം എന്ത് ചെയ്യുന്നു, ആവിയായിട്ട് നീരാവിയായിട്ട് മേലോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, മേലോട്ട് പോകുമ്പോൾ തണുക്കുന്നു. അങ്ങനെ തണുത്ത് ഉണ്ടാകുന്ന ആ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന ആ ഒരു കൂട്ടത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മേഘം എന്ന് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് ഈ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവില്ലേ അന്തരീക്ഷത്തിൽ, അതിന് ചുറ്റുമാണ് ഈ ഒരു ജലകണികകൾ കൂടിച്ചേരുക. ഇതിപ്പോൾ കുറേ പൊടിപടലമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു, അതിന് ചുറ്റുമാണ് ഈ ഒരു ജലകണികൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ കൂടി വരുമ്പം അതിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് കൂടുമ്പം ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ അന്തരീക്ഷത്തിൽ ഇതിന് നിൽക്കാൻ പറ്റില്ല. കാരണം എയറിൽ ഇതിന് താഴെ സപ്പോർട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വെയിറ്റ് കൂടുന്നു. അപ്പോൾ ഗ്രാവിറ്റി മൂലം എന്ത് ചെയ്യുന്നു, ഈ ഒരു പാർട്ടിക്കിൾസ് താഴോട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മഴ കിട്ടുന്നത്. അതാണ് സാധാരണയുള്ള കൺവെൻഷണൽ റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ. അന്തരീക്ഷം നന്നായിട്ട് ചൂടാകുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇക്വേറ്ററിൻ്റെ ആ ഒരു റീജിയനിലാണ് കൂടുതലായിട്ടും ഈ ഒരു കൺവെൻഷണൽ റെയിൻഫാൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നാമത്തെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് അടുത്ത് നോക്കാം. ഇനി നമുക്ക് കേരളത്തിലൊക്കെ എങ്ങനെയാണ് കൂടുതലായിട്ടും മഴ പെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ചെറിയൊരു കാര്യം അറിയണം, അതായത് പശ്ചിമഘട്ടം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഞാനൊരു റഫായിട്ടുള്ള ഒരു മാപ്പാണ് ഇവിടെ വരക്കുന്നത്. അപ്പോൾ ഈ ഒരു മാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കേരളമൊക്കെ വരുന്നത് എവിടെയാണ്? കേരളമൊക്കെ വരുന്നത് ഈ ഒരു താഴെയാണ്, ശരിയല്ലേ? അപ്പോൾ ആ ഒരു റീജിയനിലായിട്ട് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തൂടെ കടന്നു വന്ന മലനിരകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വരച്ച ആ ഒരു മലനിരേനെ പറയുന്ന പേരാണ് പശ്ചിമഘട്ടം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് അറബിക്കടലാണ്. ഓക്കെ, ഇത് ബേ ഓഫ് ബംഗാളാണ്, ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ ഈ കേരളത്തിലൂടെയൊക്കെ കടന്നു വന്ന അറബിക്കടലിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന ഒരു മലനിരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇനി തമിഴ്നാട് എവിടെയാണ് വരിക? ഈ ഒരു ഏരിയയിലാണ് തമിഴ്നാട് വരിക, ശരിയല്ലേ? ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു കേരളത്തിൽ മഴ പെയ്യുമ്പം തമിഴ്നാട്ടിലെ മഴ കുറയുന്നതെന്ന് നോക്കാം. പശ്ചിമഘട്ടമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു മല എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, അറബിക്കടലുള്ള ആ ഒരു സൈഡിലാണ് നമ്മുടെ കേരളം ഉള്ളത്, ശരിയല്ലേ? അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് വരിക, അതായത് പടിഞ്ഞാറ് ഭാഗത്താണ് വരിക പശ്ചിമഘട്ടത്തിൻ്റെ. അതുപോലെ തമിഴ്നാട് വരുന്നത് എവിടെയാണ്? തമിഴ്നാട് വരുന്നത് ഇതിൻ്റെ കിഴക്ക് ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ ഈ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിൻ്റെ ഇടയിലാണ് നമുക്ക് കേരളത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു പോർഷൻ വരുന്നതെന്ന് പറയാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇവിടെ മഴ പെയ്യുന്നത് ആ ഒരു കാര്യം നോക്കാം. സൂര്യൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് സൂര്യൻ്റെ ചൂടുകൊണ്ട് എന്ത് ചെയ്യും, അറബിക്കടലിലെ വെള്ളം ഇങ്ങനെ മേലോട്ട് പോകുന്നുണ്ടാവും, ശരിയല്ലേ? അങ്ങനെ ബാഷ്പീകരിച്ച് മേലോട്ട് പോകുന്ന അറബിക്കടലിലെ മോയ്സ്ചർ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാറ്റിൻ്റെ സഹായത്താൽ പശ്ചിമഘട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ അതിലൂടെ ഇത് മേലോട്ട് കയറുകയാണ്, ഈ ഒരു കാറ്റ് മേലോട്ട് പോവുകയാണ്. അപ്പോൾ സൂര്യൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, അറബിക്കടലിലെ വെള്ളമൊക്കെ ഇങ്ങനെ ആവിയായിട്ട് മേലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് അവിടെ ഒരു കാറ്റ് വരുന്നത്. ആ ഒരു കാറ്റിൻ്റെ കൂടെ ഈ ഒരു നീരാവി, അതായത് വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ് മേലോട്ട് പോവാണ്. എങ്ങോട്ട് പോവാണ്? പശ്ചിമഘട്ടത്തിൻ്റെ മേലോട്ട് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഈ മേലോട്ട് ഇങ്ങനെ കയറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് തണുക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് തണുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, തണുക്കുമ്പോൾ അത് കണ്ടൻസ് ചെയ്ത് ക്ലൗഡ് ഫോം ചെയ്യാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ക്ലൗഡ്. അപ്പോൾ ഈ നീരാവിയുള്ള കാറ്റ് മേലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, തണുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ ക്ലൗഡ് ഫോം ചെയ്യാണ്, മേഘം ഫോം ചെയ്യാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കേരളത്തിൽ മഴ പെയ്യാണ്. ഇനി നേരെ തിരിച്ച് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പശ്ചിമഘട്ടത്തിൻ്റെ മേലെത്തി, ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് താഴോട്ട് അടുത്ത സൈഡിലേക്ക് താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കാറ്റ് ചൂടാവുകയാണ്. ഓക്കെ, മേലോട്ട് പോകുമ്പോൾ തണുക്കുന്ന പോലെ താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ചൂടാവുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്തുള്ള പാർട്ടിക്കിൾസ്, വാട്ടർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഡ്രൈ ആയി പോലെ. അപ്പോൾ ഈ താഴോട്ട് പോകുമ്പോൾ ചൂടാവുകയാണ് ചെയ്യുന്നത്. ചൂടാവുകയാണെങ്കിൽ എന്തില്ല, അവിടെ മേഘം ഫോം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ ഒരു ഭാഗത്ത് മഴ പെയ്യില്ല. അതുകൊണ്ടാണ് നമുക്ക് തമിഴ്നാട്ടിലെ മഴ കുറവും കേരളത്തിലെ മഴ കൂടുതലും ഉള്ളത്. അപ്പോൾ ഇതിൽ പശ്ചിമഘട്ടമാണ് മെയിനായിട്ടുള്ള റോൾ വഹിക്കുന്നത്, ശരിയല്ലേ? ഈ ഒരു റീസൺ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നതോ, പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ ഞാൻ 2 എക്സാമ്പിൾ ഇതിന് പറയാം. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു കുന്നുള്ള ഏരിയയിൽ പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു കുന്ന് കയറുന്ന ആ ഒരു ഏരിയയിൽ എപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ മൂന്നാർ പോയിക്കോട്ടെ, വയനാട് പോയിക്കോട്ടെ, ഒരു മലയുള്ള ഏരിയയിലാണ് പോകുന്നുണ്ടെങ്കിൽ മിക്കവാറും അവിടെ ഒരു ചാറ്റൽ മഴ ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെന്നിട്ടായിരിക്കും, ആ ഒരു മഴ ഉണ്ടാകുന്നത് ഇത്തരത്തിലാണ്. അതായത് താഴെയുള്ള ജലകണികൾ ഈ ഒരു നീരാവിയായിട്ട് മേലോട്ട് വരുന്നു. അത് കാറ്റിൻ്റെ സഹായത്താൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു കുന്നിൻ്റെ അങ്ങോട്ടേക്ക് മേലോട്ട് കയറി വരുവാണ്.
അപ്പോൾ ഈ കയറി വരുന്ന സമയത്ത് ഇത് തണുക്കുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഭാഗത്ത് മഴ പെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ചാറ്റൽ മഴ കിട്ടുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കുന്നിങ്ങനെ കയറി അവിടെയൊക്കെ മഴയുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്ലെയിൻ എത്തി അവിടെ മഴയില്ല, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റീസണും വേറെ ഒന്നുമല്ല, ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ കുന്നുള്ള ഏരിയയിൽ കുന്ന് എന്ത് ചെയ്യുന്നു, ഈ ഒരു മേഘത്തിന് തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുന്നിൻ്റെ ആ സൈഡിൽ മഴ പെയ്യുന്നത്. ഓക്കെ, പക്ഷേ നേരെ കുന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മഴ കുറവായിരിക്കും. അതാണ് ഈ ഒരു റീസൺ. അപ്പോൾ എപ്പോഴും ഈ ഒരു കാറ്റ് വരുന്ന ആ ഒരു ദിശയിൽ മഴ കൂടുതലായിരിക്കും, പക്ഷേ ഈ ഒരു മല കഴിഞ്ഞ് അടുത്ത ഓപ്പോസിറ്റ് ദിശയിൽ എന്തുണ്ടാവില്ല, മഴ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ നേരത്തെ ഇങ്ങനെ പശ്ചിമഘട്ടം വരച്ചല്ലോ. പശ്ചിമഘട്ടം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പാലക്കാടിൻ്റെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. നോക്കി, ഇവിടെ നമ്മളിങ്ങനെ വരച്ച് ചെറിയൊരു ഗ്യാപ്പ് അവിടെ വരും. ആ ഒരു ഗ്യാപ്പാണ് പാലക്കാടിൻ്റെ ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ പാലക്കാടിൻ്റെ ആ ഒരു സൈഡിൽ ഈ ഒരു പശ്ചിമഘട്ടത്തിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്, കോയമ്പത്തൂരേക്ക് പോകുന്നത്. ശരിയല്ല? അപ്പോൾ പശ്ചിമഘട്ടം ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എത്തുമ്പോൾ ചെറിയൊരു ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്യാപ്പ് വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ കോയമ്പത്തൂരേക്ക് പോകുന്നത്. ആ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എന്താണ്, അവിടെ ഈ മഴമേഘങ്ങളെ തടഞ്ഞെടുത്താനുള്ള പശ്ചിമഘട്ടം ഇല്ല. അപ്പോൾ അവിടെ ചെറിയൊരു ബ്രേക്ക് ഉള്ളതുകൊണ്ട് അവിടെ എന്തായിരിക്കും, മഴ കുറവായിരിക്കും. നമുക്ക് ഈ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പാലക്കാടാണ്. നമ്മൾ വിചാരിക്കും അതും കേരളത്തിൽ തന്നെയല്ല, എന്താണ് അതിന് ഇത്ര പ്രത്യേകത? കാരണം മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പശ്ചിമഘട്ടത്തിന് അവിടെ ഒരു മലനിരകൾക്ക് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ ബ്രേക്ക് വരുന്നതുകൊണ്ട് അവിടെ മലനിര ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്താ, മഴ കുറവായിരിക്കും. അതിൻ്റെ റീസൺ മനസ്സിലായോ? മലയുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മഴമേഘങ്ങളെ തടുത്ത് നിർത്തി ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാൻ പറ്റൂ, മഴ പെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പാലക്കാടിൻ്റെ അവിടെ മലയില്ല, മല ബ്രേക്കാണ്. ഓക്കെ, അതായത് പശ്ചിമഘട്ടം ബ്രേക്കാണ്, ചെറിയൊരു ഗ്യാപ്പാണ്. ശരിക്കും പറഞ്ഞാൽ പാൽഘട്ട് എന്നാണ് പറയുന്നത്. പാൽഘട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു ബ്രേക്കുള്ള ആ ഒരു ഏരിയ ആണ്. രണ്ട് ഏരിയസിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ബ്രേക്കിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിലുള്ള ഒരു ബ്രേക്കിനെയാണ് നമ്മൾ ശരിക്കും പാൽഘട്ട് അഥവാ പാലക്കാട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മഴ കുറയാനുള്ള റീസണും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. തമിഴ്നാട്ടിൽ എന്താണ് മഴ കുറയുന്നത്, കേരളത്തിൽ മഴ ഉള്ളപ്പോഴും, പിന്നെ വേറെന്ന് പറഞ്ഞത് പാലക്കാട് മഴ കുറയാനുള്ള റീസൺ എന്താ. ഇത് രണ്ടും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടൈപ്പ് മഴയെ നമ്മൾ പറയുന്ന പേരാണ് ഓറോഗ്രഫിക് റെയിൻ. ഓറോഗ്രഫിക് റെയിൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഈ ഒരു പർവ്വതമായിട്ട് ബന്ധപ്പെട്ട് പർവ്വതം മഴമേഘങ്ങളെ തടുത്ത് നിർത്തി മഴ പെയ്യിക്കുന്ന പരിപാടി. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഓറോഗ്രഫിക് റെയിൻ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. അവസാനത്തെ ടൈപ്പ് മഴയാണ് ഫ്രോണ്ടൽ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ. അതെന്താണ്, അത് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. ഈ ഫ്രണ്ട് എന്ന് വെച്ചാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നല്ല ചൂടുള്ളൊരു സ്ഥലം വിചാരിക്കുക. അപ്പോൾ അവിടെ ആ എയർ അവിടെ തന്നെ ഇരിക്കുകയാണ്, കുറേ കാലത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു എയറിന് എന്തുണ്ടാവും, ആ ഒരു എയറും ചൂടുള്ളതായിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ പറയും വാമർ എയർ ആണെന്ന് പറയും. അതുപോലെ ഇനി തണുത്തൊരു ഏരിയ എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആർട്ടിക് ഏരിയ എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, അവിടെയുള്ള വായു എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൾഡ് ആയിരിക്കും. ശരിയല്ലേ? തണുത്തതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കോൾഡ് ഫ്രണ്ട് എന്ന് പറയും. അപ്പോൾ ഈ വാം ഫ്രണ്ടും കോൾഡ് ഫ്രണ്ടും, ഓക്കെ, അപ്പോൾ ഈ വാം എയറും കോൾഡ് എയറും രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ചൂടുള്ള എയർ മേലോട്ട് പോകും. ചൂടുള്ള എയർ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ചൂടുള്ള എയറിൽ എന്തുണ്ടാവും, വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ വാട്ടർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, മേലോട്ട് പോകുമ്പോൾ തണുക്കും. അപ്പോൾ തണുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പരിപാടി, അതായത് മഴമേഘങ്ങൾ ഉണ്ടാവും. ആ മഴമേഘം എന്ത് ചെയ്യും, മഴയായിട്ട് പെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന റെയിൻഫാളിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഫ്രോണ്ടൽ റെയിൻഫാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ആയിട്ട് കാണുന്നത് യൂറോപ്പിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് 3 ടൈപ്പുള്ള റെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ജൂണിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് മഴ പെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലോബ് ഒന്ന് അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഈ പച്ച കളറിൽ വെച്ച ഈ ഒരു ലൈനാണ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ചുവപ്പ് കളറിൽ വെച്ച മേലുള്ള അതിൻ്റെ പേരാണ് ട്രോപ്പിക്കോ ക്യാൻസർ. ഓക്കെ, ട്രോപ്പിക്കോ ക്യാൻസറിനെ നമ്മൾ മലയാളത്തിൽ ഉത്തരായന രേഖ എന്ന് പറയും. അപ്പോൾ ഈ നിങ്ങൾക്കറിയാം ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, ഇതാണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ആ ഒരു രേഖയാണ് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക്കോ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജൂണിൽ സൂര്യൻ ഈ ഒരു പ്രദേശമായിരിക്കും ഉണ്ടാവും. സൂര്യൻ്റെ രശ്മികൾ ലംബമായിട്ട് പതിക്കുന്നത്, നേരെ പതിക്കുന്നത് ഈ ഒരു ഉത്തരായന രേഖേൻ്റെ അവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു സ്ഥലത്ത് ചൂട് ഭയങ്കര കൂടുതലാണ്, അതായത് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുക കാരണം എന്താ, നോർത്ത് ഇന്ത്യക്കുള്ള ഈ ഒരു റീജിയനിൽ ചൂട് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെയുള്ള വായു ചൂടാവും. അപ്പോൾ അവിടെയുള്ള വായു ചൂടാകുമ്പോൾ എന്ത് ചെയ്യും, ആ ചൂടായ വായു മേലോട്ട് പോകും. ഓക്കെ, അതായത് ഗുജറാത്ത് വഴി പാസ് ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉത്തരായന രേഖ ട്രോപ്പിക്കോ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് സൂര്യനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൂര്യൻ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ എന്ത് ചെയ്യുന്നു, ചൂടാകും. അപ്പോൾ അങ്ങനെ സൂര്യപ്രകാശം നേരിട്ട് ആ ഒരു റീജിയനിൽ പതിക്കുമ്പം ഈ ഒരു നോർത്ത് ഇന്ത്യയുടെ ആ ഒരു റീജിയനിലുള്ള എയർ എന്ത് ചെയ്യും, എയർ ചൂടാവും. അതായത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ എയർ ചൂടാവില്ലേ, ആ ചൂടായ എയർ എന്ത് ചെയ്യുന്നു, മേലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഈ എയർ വികസിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മേലോട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, അങ്ങനെ എയർ മേലോട്ട് പോകുമ്പോൾ ആ താഴെയുള്ള സ്പേസിലേക്ക് എന്ത് ചെയ്യുന്നു, എല്ലാ ഭാഗത്തു നിന്നും എയർ വരികയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ സൈഡിലുള്ള എയർ അങ്ങോട്ടേക്ക് ഇടിച്ചു വരികയാണ്. അപ്പോൾ ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത്,
ഈ ഒരു വായു ഇവിടുന്ന് നേരെ മേലോട്ടേക്ക് പോകുമ്പം ആ ഒരു താഴത്തെ ഏരിയയിൽ പ്രഷർ കുറയാണ്. പ്രഷർ കുറയാൻ കാരണം എന്താണ്? ബേസിക്കലി ഒരു ചെറിയൊരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മേലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എയർ കോൾ എടുക്കുക. എയർ കോൾ എന്ന് വെച്ചാൽ നമ്മൾ എയറില്ലേ, അത് ഇങ്ങനെ ഒരു പൈപ്പ് പോലെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു പൈപ്പിലുള്ള എയർ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രഷർ എന്ത് ചെയ്യും, കുറച്ചേറെ മേലോട്ട് പോയി എന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലത്ത് ഇപ്പോൾ എയർ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പം എയർ ഇല്ല. അപ്പോൾ അങ്ങനെ എയർ ഇല്ലെങ്കിൽ അത്രയും പ്രഷർ കുറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ പറയും ഈ ഒരു ഏരിയയിൽ ന്യൂനമർദ്ദം എന്ന് പറയും. ശരിയല്ല? അപ്പോൾ ഈ പ്രഷർ കുറഞ്ഞതിനെ സൂചിപ്പിക്കുന്നതാണ് ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും, അതായത് അറബിക്കടലിൽ ന്യൂനമർദ്ദമാണ്, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്താണ്, ന്യൂനമർദ്ദം എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് സൈഡിൽ നിന്നുള്ള എയർ ഇടിച്ചു വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചുഴലിക്കാറ്റൽ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ചുഴലിക്കാറ്റൽ ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഇടിച്ചു വരുന്ന എയറില്ലേ, ആ എയർ ഇങ്ങനെ വട്ടം വെച്ച് മേലോട്ട് പോകും. അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മേലോട്ടെത്തുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ മേഘം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ മേഘം എന്ത് ചെയ്യും, ഇവിടെയൊക്കെ നല്ല മഴ പെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ചുഴലിക്കാറ്റൊക്കെ വരുമ്പോൾ നല്ല മഴ പെയ്യുന്നില്ലേ, അതങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തായിട്ട് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് മഴയായിട്ടത് മാറുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാപ്പ് നോക്കാൻ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു മാപ്പ് നോക്കാൻ മേലുള്ളതിനെ നമ്മൾ വടക്ക് എന്ന് പറയും, താഴെയുള്ളതിനെ തെക്ക് എന്ന് പറയും. ഓക്കെ, പിന്നെ ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്കാണ്. ഓക്കെ, പിന്നെ വെസ്റ്റ് എന്ന് വെച്ചാൽ പടിഞ്ഞാറാണ്. നമ്മുടെ ഈ ജൂൺ മാസ സമയത്ത് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ദക്ഷിണാർദ്ധ ഗോളത്തിലൂടെ നൈസായിട്ട് പോകുന്ന കുറച്ച് കാറ്റുണ്ടാവും. ആ കാറ്റിന് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു ന്യൂനമർദ്ദം ഇല്ലേ, അപ്പോൾ ആ ന്യൂനമർദ്ദം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വാക്വം ക്ലീനറിനെ ഓർത്താൽ മതി. അപ്പോൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, എല്ലാം ആകർഷിക്കപ്പെടും. അപ്പോൾ ഈ കാറ്റിന്, ഈ ഒരു കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന കാറ്റിന് എന്ത് ചെയ്യും, അതിങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് ആകർഷിക്കും. അപ്പോൾ ആ കാറ്റ് നേരെ വളഞ്ഞ് ഈ ഒരു ഇന്ത്യനെ നേരെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു കാറ്റിന് നമ്മൾ ഒരു പേര് പറയും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. കാരണം എന്താ, സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്നാണ് അത് വരുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയും, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയും. അപ്പോൾ ഈ മൺസൂൺ എന്ന് വെച്ചാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ദിശ മാറുന്ന, സീസൺ അനുസരിച്ച് ഓരോ കാലത്തിനും അനുസരിച്ച് ദിശ മാറുന്ന കാറ്റിനെ സൂചിപ്പിക്കുന്നതാണ് മൺസൂൺ. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറിന് വരുന്ന മൺസൂണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും പരിചിതമായുള്ള ടേം എന്താണ്, ഇടവപ്പാതി എന്ന് പറയും. ശരിയല്ല? അപ്പോൾ ഈ ഇടവപ്പാതി എന്ന് വെച്ചാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലാവും. കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന കുറച്ച് കാറ്റിനെ ഈ പറയുന്ന ന്യൂനമർദ്ദം എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ആകർഷിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു, ആ കാറ്റ് വളഞ്ഞ് ഇന്ത്യയുടെ അങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തിച്ചേരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, എങ്ങനെയാണ് ഈ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഉണ്ടാകുന്നത്. കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന കുറച്ച് കാറ്റിനെ ഈ ഒരു ഉത്തരാർദ്ധ ഗോളത്തിലുണ്ടാകുന്ന ന്യൂനമർദ്ദം ആകർഷിക്കുന്നു. അങ്ങനെ ആകർഷിക്കുമ്പം ഈ ഒരു ആഫ്രിക്കയുടെ അവിടെ വെച്ചിട്ട് ഈ ഒരു കാറ്റ് ചെരിഞ്ഞ് എങ്ങോട്ടേക്ക് വരുന്നു, സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഇന്ത്യയിലേക്ക് വരികയാണ്, കേരളത്തിനൊക്കെ ഡയറക്റ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ അങ്ങനെ അറബിക്കടലിൽ നിന്ന് വരുന്ന ആ ഒരു കാറ്റ് എന്ത് ചെയ്യുന്നു, അറബിക്കടലിൽ നിന്ന് ആവിയായിട്ട് മേലോട്ട് പോകുന്ന ആ ഒരു നീരാവിയില്ലേ, അതിനെയും കൊണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയും കൊണ്ടുവന്ന് ഇന്ത്യയിൽ എത്തുന്ന ആ ഒരു ദിവസമാണ് ഈ പറയുന്ന ജൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജൂൺ 1 എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈം പീരീഡിലായിരിക്കും ഏതാണ്ട് ഇത് കേരളം ടച്ച് ചെയ്യുക. അതുകൊണ്ടാണ് കറക്റ്റ് നമ്മൾ മഴ തുടങ്ങുന്നത് സ്കൂൾ തുറക്കുക നന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പരിസരത്തായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. കാരണം എന്താ, ഇപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട്, ആഗോളതാപനമൊക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് എല്ലാം മാറി മാറി വരുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണയായിട്ട് ഈ ഒരു ജൂൺ 1 ആ ഒരു ടൈം പീരീഡിലാണ് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി നമ്മുടെ കേരളക്കര തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം, അതായത് അയർലൻഡ് ഒഴിച്ചാൽ, അതായത് ഈ ലക്ഷദ്വീപൊക്കെ ഒഴിച്ചാൽ ആദ്യമായിട്ട് മെയിൻലാൻഡ്, അതായത് ഇന്ത്യയുടെ മെയിൻലാൻഡിൽ ആദ്യമായിട്ട് ടച്ച് ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഈ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇടവപ്പാതി വരുന്നതെന്ന് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന കാറ്റ് ഈ ഒരു അറബിക്കടലിൻ്റെ റീജിയനുള്ള നീരാവിനെ എടുത്തുകൊണ്ടാണ് വരുന്നത്. ആ നീരാവിനെ എന്ത് ചെയ്യുന്നു, പശ്ചിമഘട്ടം തടഞ്ഞ് നിർത്തുന്നു. അങ്ങനെയാണ് മെയിനായിട്ട് നമുക്ക് ഈ ജൂൺ മുതൽ ഇന്ത്യയിൽ മഴ കിട്ടുന്നത്. ജൂൺ 1 ആ ഒരു ടൈം പീരീഡിലായിരിക്കും മിക്കവാറും ഈ ഒരു കേരളത്തിൻ്റെ ഏരിയയിൽ ഈ ഒരു കാറ്റെത്തുക. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ദിവസം തന്നെ കറക്റ്റായിട്ട് മഴ വന്ന് പെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ബേസിക്കലി ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുന്ന 6 ദിവസങ്ങളാണ് കൊടുത്തത്. നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ ഈ ഒരു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തുന്നത് എപ്പോഴാണ്, ജൂൺ 1 ശരിയല്ലേ? ജൂൺ 1 ഈ ഒരു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഈ ഒരു ദിശയിലാണ് പോകുന്നത്. ജൂൺ 5 എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി മേലുള്ള ഏരിയക്കും ഈ ഒരു മൺസൂൺ എത്തും. പിന്നെ നോക്കിയേ, പിന്നെ ഈ മുംബൈയിലൊക്കെ എത്തുന്നത് ജൂൺ 10. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ഷൻ നിങ്ങൾ നോക്കുക. ഈ ഒരു ഡയറക്ഷൻ വരുന്നത് എങ്ങനെയാണ്, പ്രഷറിനുള്ള ഡിഫറൻസിനനുസരിച്ചാണ് വരിക. അപ്പോൾ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസിനനുസരിച്ചാണ് ഈ ഒരു വളഞ്ഞൊക്കെ പോകുന്നത്. ഓക്കെ, പിന്നെ അവിടെ കുറേ മലനിരകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അതിനൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ വരിക. പിന്നെ എപ്പോഴാണ് ഈ തമിഴ്നാട്ടിൽ മഴ കിട്ടുന്നത്, അതെപ്പോഴാണെന്ന് വെച്ചാൽ
കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ ജൂൺ കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ കഴിഞ്ഞ് ഒക്ടോബറൊക്കെ ആകുമ്പം ഈ ഒരു സൂര്യൻ മെല്ലെ താഴോട്ട് പോകാൻ തുടങ്ങും. ഓക്കെ, താഴോട്ട് പോകാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രോപ്പിക്കോ ക്യാപ്രിക്കോൺ, ഈ ഒരു ലൈനിൻ്റെ പേരാണ് ട്രോപ്പിക്കോ ക്യാപ്രിക്കോൺ, ദക്ഷിണായന രേഖ. അപ്പോൾ ഈ സൂര്യൻ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ആ ഒരു ന്യൂനമർദ്ദമുള്ള ആ ഒരു ഏരിയ എന്ത് ചെയ്യും, താഴോട്ട് പോകും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, കാറ്റിൻ്റെ ഡയറക്ഷൻ മാറും. അതായത് ലോ പ്രഷർ ഏരിയ എവിടെയാണോ അങ്ങോട്ടായിരിക്കില്ലേ കാറ്റ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കാറ്റ് നേരെ ഓപ്പോസിറ്റ്, അതായത് നേരത്തെ പോയത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാറ്റ് പോകുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ വരുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്, നോർത്ത് ഈസ്റ്റ് എന്നല്ലേ വരുന്നത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു മൺസൂണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു മൺസൂണിനാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ മാപ്പ് നോക്കുവാണെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് ഈ ഒരു അറബിക്കടൽ, ഇത് അറബിക്കടലാണ്, ഇത് ബേ ഓഫ് ബംഗാളാണ്. ഓക്കെ, ഈ അറബിക്കടലിന് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ വരുന്ന ആ ഒരു മൺസൂണിനാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ഇങ്ങോട്ട് വരുന്ന ആ ഒരു മൺസൂണിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ തുലാവർഷം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും മഴ തന്നെയാണെങ്കിലും ബേസിക്കലി ഇതിൻ്റെ ഒരു ഒറിജിൻ, ആ ഒരു ഡയറക്ഷൻ വ്യത്യാസമുണ്ട്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ അറബിക്കടലിൽ നിന്നുള്ള ആ ഒരു നീരാവിനെ എടുത്തിട്ടാണ് ഈ പറയുന്ന ഇടവപ്പാതി പെയ്യുന്നത്. അതുപോലെ ഈ ബേ ഓഫ് ബംഗാളിൽ നിന്നുള്ള ആ ഒരു വാട്ടർ ആയിരിക്കും നമുക്ക് തുലാവർഷത്തിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന തുലാവർഷം ഇടവപ്പാതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സൂര്യൻ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ഒരു ന്യൂനമർദ്ദ ഏരിയയും താഴോട്ട് പോകുന്നു. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, കാറ്റിൻ്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നേരത്തെ സൗത്ത് വെസ്റ്റ് പോയ ആ ഒരു കാറ്റ് എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ തിരിച്ചു വരുമ്പോൾ കുറച്ച് നീരാവിനെ എടുത്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, ആ നീരാവിയാണ് എന്ത് ചെയ്യുന്നത്, തുലാവർഷത്തിനുള്ള റീസണായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പശ്ചിമഘട്ടമുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ മഴക്കാറ്റ് എന്ത് ചെയ്യും, ഈ ഒരു പശ്ചിമഘട്ടത്തിന് പാരലായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ആ സമയത്ത് മഴ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മൺസൂണ് ചെറിയ ചെറിയ കുഞ്ഞുവിന് ബ്രേക്സ് ഉണ്ടായെന്ന് പറയും. ഓക്കെ, മൺസൂണിന് ഒരു ഇടവേള ഉണ്ടായെന്ന് പറയും. അതാണ് കുറച്ച് ദിവസം മഴ പെയ്യുന്നു, കുറച്ച് ദിവസം മഴ പെയ്യുന്നില്ല. കാരണം എന്താ, കാരണം എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ഈ ഒരു കാറ്റ് പോകുന്നത് ഈ ഒരു മലക്ക് പാരലായിട്ടായിരിക്കും. അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇങ്ങനെ വന്ന് പതിച്ചാലാണ് ഈ ഒരു പറയുന്ന ഓറോഗ്രാഫിക് റെയിൻ ഉണ്ടാവുക, പർവ്വതത്തിനോടനുബന്ധിച്ചുള്ള ആ ഒരു മഴ ഉണ്ടാവുക. അപ്പോൾ ഈ കാറ്റ് പോകുന്നത് ഈ ഒരു പശ്ചിമഘട്ടത്തിന് പാരലായിട്ടാണെങ്കിൽ ആ സമയത്ത് എന്തുണ്ടാവില്ല, മഴ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് മഴ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാതെ ചില സമയത്ത് ബ്രേക്ക് ഉണ്ടാവും. ഇത് അറബിക്കടലാണ്, അറബിക്കടലിൽ നിന്നുള്ള നീരാവിയാണ് എടുത്തുകൊണ്ട് വരുന്നത്, ശരിയല്ലേ. അപ്പോൾ എത്ര കരയിലേക്ക് പോകുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഒരു മഴയുടെ അളവ് കുറഞ്ഞുകൊണ്ട് വരും. അതുപോലെ അടുത്ത ബ്രാഞ്ച് പോകുന്നത് ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബംഗാളിൻ്റെ ഡയറക്ഷനിൽ നോക്കുവാണെങ്കിൽ ബംഗാളിൽ നിന്ന് പിന്നെ ഈ ഒരു ഡയറക്ഷനിലാണ് കാറ്റ് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഒരു ഡൽഹി ആ ഒരു റീജിയനിലേക്ക് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും, കാറ്റിൽ ഉള്ള ഈ ഒരു നീരാവിയുടെ അംശം വളരെ കുറയും. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു സ്ഥലത്തും മഴയുടെ ലഭ്യത വളരെ കുറവായിരിക്കും. അത് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഈ കടലിൽ നിന്നുള്ള വെള്ളമാണ് ഈ ഒരു കാറ്റ് എടുത്തുകൊണ്ട് വരുന്നത്, അങ്ങനെയാണ് മഴ പെയ്യുന്നത്. അപ്പോൾ കരയിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യും, മഴ പെയ്ത് തീരും. അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ. അപ്പോൾ ഇനി വേറൊരു കാറ്റ് വന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുമ്പം ഇതാണ് ഈ ഒരു ബംഗാളൊക്കെ ഉള്ള റീജിയൻ. ആ റീജിയന് ഡൽഹി, ഇതിപ്പോൾ ഡൽഹിയാന്ന് ചോദിക്കുക. അപ്പോൾ ഈ ഡൽഹിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ ഈ ഡൽഹിയിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, പിന്നെയും കാറ്റിലുള്ള ഈ ഒരു ജലാംശം കുറയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഡൽഹിയിൽ മഴ പിന്നെയും കുറവാണ് കിട്ടും. അപ്പോൾ നമ്മൾ നോർത്തിലേക്ക് പോകുന്നതോറും ജലാംശം കുറയുന്നതുകൊണ്ട് അത്രയും മഴ കുറച്ച് മാത്രമേ കിട്ടും. ഓക്കെ, ഇന്ത്യയിൽ ആകെ ലഭിക്കുന്ന മഴയുടെ 3/4 ഭാഗവും ലഭിക്കുന്നത്, അതായത് 75% മഴയും കിട്ടുന്നത് ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഉപജീവന മാർഗ്ഗം ഇന്ത്യയിൽ. അതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ചൂടിപ്പോൾ കൂടിക്കൂടി വരികയാണ്, ശരിയല്ലേ. അതുപോലെ എൽനിനോ നാനിനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രതിഭാസങ്ങളുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ അങ്ങനെ പല പ്രതിഭാസങ്ങളും ഈ ഒരു മൺസൂണിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ മൺസൂണിനെ എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൃഷിയെ ബാധിക്കും. അപ്പോൾ അത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു മൺസൂണിൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്ട്സ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മൺസൂൺ എന്താണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള മൺസൂൺ പറഞ്ഞു, ഇടവപ്പാതി എന്താണെന്ന് പറഞ്ഞു, തുലാവർഷം എന്താണെന്ന് പറഞ്ഞു, പിന്നെ ചില ഏരിയയിൽ എന്താണ് കുറച്ച് മഴ കിട്ടുന്നത്, അതായത് പാലക്കാട് എന്താണ് കുറച്ച് മഴ, പിന്നെ തമിഴ്നാട്ടിൽ എന്താണ് കുറച്ച് മഴ, ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ ഒരു ജൂൺ 1-ാം തീയതി ആ ഒരു ടൈം പീരീഡിൽ തന്നെ മഴ വരുന്നതെന്ന് പറഞ്ഞു, ശരിയല്ല. അത്രയൊക്കെയാണ് നമുക്ക് മഴയെക്കുറിച്ച് അറിയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മഴയെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്ത എല്ലാ പടവും ഉണ്ടാക്കിയേക്കുന്നത് വാട്സപ്പ് പുതുതായിട്ട് അവതരിപ്പിച്ച ബ്ലൂറിംഗ് ഇല്ലേ, ആ ഒരു നീല വളയം ഉപയോഗിച്ചാണ് ഫോട്ടോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്യാം. പിന്നെ സ്കൂൾ ചിൽഡ്രൻസിലുള്ള ലൈവ് ക്ലാസ്സും ഇതുപോലുള്ള കുഞ്ഞു അറിവും കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു അറിവായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.